എല്ലാവർക്കും നമസ്കാരം. ജെയിംസ് കുരിക്കാട്ടിലാണ് ഇന്ന് നമ്മളുടെ കൂടെയുള്ളത്. അമേരിക്കൻ മലയാളിയാണ്, സ്വതന്ത്ര ചിന്തകനാണ്. ജെയിംസ് കുരിക്കാട്ടിൽ, വെൽക്കം ടു മറുനാടൻ മലയാളി. താങ്ക് യു. നമുക്കറിയാം, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഹമാസും ഇസ്രായേലും ഒക്കെ തന്നെയാണ്. ഹമാസ് നമ്മൾ ഇതിനു മുൻപ് കുറച്ച് നാളുകൾക്ക് മുൻപാണ് ജെയിംസ് ചേട്ടനോട് നമ്മൾ സംസാരിച്ചിരുന്നത്. അത് നമ്മൾ ഈ പറഞ്ഞ ഗാസയിലൊക്കെ യുദ്ധം നടക്കുകയാണ്. ഇപ്പോ സീസ് ഫയർ ആയിരിക്കുന്നു, ബന്ദി കൈമാറ്റം പോലെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ പല സമയങ്ങളിലും ഈ കരാറിനെ വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഹമാസ് പ്രവർത്തിക്കുന്നു. കാര്യം 2 കുട്ടികളെ കഴുത്ത് ഞെരിച്ച് കൊന്ന നിലയിൽ കൊടുക്കുന്നു. അവരുടെ അമ്മയുടെ മൃതദേഹം അല്ലാതെ മറ്റേതോ ഒരു സ്ത്രീയുടെ മൃതദേഹം കൊടുക്കുന്നു. ബന്ദികളെ കൈമാറുന്നതിൽ വൈകുന്നു. എന്ത് തോന്നുന്നു? എന്താണ് ഹമാസ് ചെയ്തത് തട്ടിക്കൊണ്ടു പോയതിന്റെ നീതിയല്ല. അപ്പൊ പിന്നെ അതിൽ എന്ത് തോന്നുന്നു എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയുമില്ല. എന്താണ് നിലവിലെ അവസ്ഥകൾ ഒബ്സർവ് ചെയ്തിരുന്നു? മനുജ, വളരെ ദൗർഭാഗ്യകരമാണ്. ഇപ്പൊ ന്യൂസിൽ നമ്മൾ കാണുകയായിരുന്നു ആ ബന്ദികളെ കൈമാറ്റം ചെയ്യുന്നിടത്ത് ഹമാസ് 4 പേരുടെ മൃതദേഹങ്ങൾ കൈമാറ്റം ചെയ്യുന്ന സീനും, അതോടൊപ്പം അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളുടെ ആഘോഷങ്ങളും കയ്യടികളും കാര്യങ്ങളും, അതും 2 പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്ന് അവരുടെ മൃതദേഹമാണ് കൈമാറുന്നത്. ഇവിടെ ബന്ദികളെ അല്ല, അവരെ കൊന്ന് അവരുടെ മൃതശരീരങ്ങൾ കൈമാറുകയാണ്. പക്ഷെ അതിന് പകരം ഇസ്രയേൽ വിട്ടുകൊടുക്കുന്ന 100 കണക്കിന് തീവ്രവാദികളെയാണ് അവരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ ഈ പ്രശ്നത്തിനൊരു സൊല്യൂഷന് വേണ്ടി ഇസ്രയേൽ ശ്രമിക്കുമ്പോഴും ഈ കരാറുകളുടെ വയലേഷൻ ഹമാസിന്റെ ഭാഗത്ത് നിന്ന്. പക്ഷെ നമുക്കറിയാം അവരുടെ ഒരു മോഡസ് ഓപ്പറാൻഡി എന്നും അങ്ങനെ ആയിരുന്നു. അല്ലെങ്കിൽ ഹമാസിന് മുമ്പ് ഈ PLO ഒക്കെ കാലത്ത്, യാസർ അറാഫത്തിന്റെ കാലത്തും ഒക്കെ മറ്റേ ഓസ്ലോ അക്കോർഡും അതിനെ തുടർന്ന് ഉണ്ടായ ക്യാമ്പ് ഡേവിഡ് സമ്മിറ്റും എബ്രഹാം അക്കോർഡും ഒക്കെ ഇതിലൊക്കെ അത് വയലേറ്റ് ചെയ്യേണ്ടതും ഈ പ്രശ്നങ്ങൾ അവസാനിക്കാതിരിക്കേണ്ടതും ഈ തീവ്രവാദി ഗ്രൂപ്പുകളുടെ ഒരു ആവശ്യവും അവരുടെ നിലനിൽപ്പിന്റെ അനിവാര്യതയുമാണ്. അപ്പം അത് ടോട്ടലി അപ്രതീക്ഷിതമല്ല. അവരിൽ നിന്ന് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ പ്രശ്നങ്ങൾ അവസാനിക്കാതെ ഇരിക്കേണ്ടതും ഇത് തുടരേണ്ടതും ഈ പറയുന്ന ഹമാസിന്റെയും അതുപോലുള്ള ഈ തീവ്രവാദികളുടെ പൊതുവായ ഒരു ആവശ്യവും അവരുടെ നിലനിൽപ്പും അതിലാണ്. അല്ലാതെ ഇതിപ്പം നമുക്കറിയാം, പാലസ്തീനിലെ പാവപ്പെട്ട ജനതയുടെ വിമോചനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയോ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയോ ഒന്നും നടത്തുന്ന ഒരു യുദ്ധമോ ഒരു കലാപമോ ഒന്നുമല്ല. ഇപ്പോൾ ഈ ഒക്ടോബർ 7 മാസക്കർ തന്നെ ഉണ്ടാകാനായിട്ടുള്ള അതിന്റെ പിന്നിലെ കാരണം എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ എബ്രഹാം അക്കോർഡ് വരുന്നു, അതോടുകൂടി കൂടുതൽ രാജ്യങ്ങൾ, ഇപ്പം ബഹ്റിന്, UAE ഒക്കെ ഇസ്രയേലുമായിട്ട് സന്ധി ചെയ്യാനായിട്ട് തയ്യാറാകുന്നു. അതിനു മുമ്പ് തന്നെ സുഡാനും മൊറോക്കോയും ഒക്കെ ചെയ്തിരുന്നു. ഈജിപ്തും സൗദി അറേബ്യയും ഒക്കെ ഇസ്രയേലുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ കൂടുതൽ അറബ് രാജ്യങ്ങൾ ഇസ്രയേലുമായിട്ട് പിന്നെ സന്ധി ചെയ്യുകയും നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഈ തങ്ങളുടെ കാൽക്കീഴിലെ മണ്ണൊലിച്ചു പോകുന്നു എന്ന ബോധ്യം ഹമാസിന് ഉണ്ടാകുന്നു. അപ്പൊ അവിടെ നിന്നും വീണ്ടും ഒരു പ്രശ്നം തുടങ്ങാൻ വേണ്ടിയുള്ള ഒരു ശ്രമം മാത്രമായിരുന്നു ഈ ഒക്ടോബർ 7 ആക്രമണവും പാവപ്പെട്ട സാധാരണക്കാരായ 10,200 മനുഷ്യന്മാരെ വെടിവെച്ചും വെട്ടിയും കൊല്ലുകയും കുറെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും കുറെ കുഞ്ഞുങ്ങളടക്കം കുറെ പേരെ പിടിച്ചുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്തത് പാലസ്തീൻ ജനതയുടെ വിമോചനത്തിന് വേണ്ടിയായിരുന്നില്ല. ഒരു സമാധാനം അറബ് രാജ്യങ്ങൾ ഇസ്രയേലുമായിട്ട് കൂടുതൽ അടുക്കുകയും കൂടുതൽ അവരുമായിട്ട് ബന്ധങ്ങൾ, ട്രീറ്റികൾ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ അതിനെ അട്ടിമറിക്കാൻ നടത്തിയ ഒരു ശ്രമം തന്നെയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ദൗർഭാഗ്യകരമാണ്. തീർച്ചയായിട്ടും ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. പ്രധാനമായും നമ്മുടെ വിഷയം അത് തന്നെയാണ്. ഹമാസിന് എവിടെ നിന്നാണ് ഇത്രയധികം ഫണ്ട് കിട്ടുന്നത്? ഒന്ന് നമുക്കറിയാം, ഇതൊരു പ്രോക്സി യുദ്ധമായി തുടങ്ങിയതാണ് ഇറാന്റെ പൂർണ്ണ പിന്തുണയോടുകൂടി. എന്നാൽ ഇറാൻ നമുക്കറിയാം ഈ മേഖലയിലുള്ള പല രാഷ്ട്രങ്ങൾ, ഇസ്രായേൽ ഒഴികെയുള്ള മിഡിൽ ഈസ്റ്റിലെ കുറച്ചധികം രാഷ്ട്രങ്ങൾ, ഇസ്രായേൽ ചുറ്റുമുള്ള രാഷ്ട്രങ്ങളെല്ലാം തന്നെ ഭരണപരമായ അസ്ഥിരതയുള്ള ഒരു രാഷ്ട്രങ്ങളാണ്. അവർക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ആധുനിക രാഷ്ട്രത്തിലെ ഏതെങ്കിലും ഒരു സംവിധാനത്തിലെ പോലെ ഭരണക്രമമില്ല, പ്രൊഡക്ഷൻ ഇല്ല, അവർക്ക് ഇമ്പോർട്ടിങ്ങും എക്സ്പോർട്ടിങ്ങും ഇല്ല. അവർക്ക് ഫണ്ട് കിട്ടുന്ന കാര്യങ്ങളിൽ ക്രയവിക്രയങ്ങൾ സാധാരണഗതിയിലുള്ള മറ്റു രാഷ്ട്രങ്ങളെ പോലെ ഇല്ല. മറ്റൊരു സാധ്യതയുള്ളതൊക്കെ ഇതൊരു സുന്നി രാഷ്ട്രങ്ങളുടെ സ്പോൺസർഷിപ്പാണ്. അതും എത്ര കണ്ട് ഈ പറഞ്ഞ പോലെ ഒരു തെളിവായിട്ട് നമ്മുടെ മുന്നിലുണ്ട് എന്ന കാര്യം നമുക്ക് വ്യക്തമാക്കേണ്ടതുണ്ട്. ഇത്രയധികം പ്രതിസന്ധികൾക്കിടയിലും ഹമാസ് ഇപ്പോഴും ഇന്നലെ കൂടി, അതായത് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് വരെ അടുത്ത യുദ്ധത്തിന് വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഇവർക്ക് എവിടെ നിന്നാണ് ഈ ധൈര്യം? എവിടെ നിന്നാണ് ഈ ആയുധ സന്നാഹങ്ങൾ? എവിടെ നിന്നാണ് ഇത്രയധികം പണം?
ഹമാസിന് നമുക്കറിയാം, ഹമാസിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ച് വളരെയധികം ഈ കഴിഞ്ഞ കുറെ നാളുകളായി പഠിക്കുകയും ഞാൻ അതിനെക്കുറിച്ച് ഒരു പ്രസന്റേഷൻ തന്നെ ചെയ്തിരുന്നു. ഹമാസിന് ഖത്തറിന്റെ ഖത്തറിന്റെ ഒരു ഒഫീഷ്യലുമായിട്ട് ഡെയർ സ്പീഗൽ നടത്തിയ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ. ഖത്തറിന്റെ ആ ഒഫീഷ്യലിന്റെ പേര് ഞാൻ മറന്നുപോയി, ഞാൻ നോട്ട് വെച്ചിട്ടില്ല. ആ ഡെയർ സ്പീഗറുമായിട്ട് നടത്തിയ ആ ഇന്റർവ്യൂവിൽ അവർ തന്നെ പറയുന്ന ഒരു മാസം $30 മില്യൺ ആണ് ഖത്തർ കുറെ വർഷങ്ങളായിട്ട് ഈ ഹമാസിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഓൾമോസ്റ്റ് 10 മില്യൺ അമേരിക്കൻ ഡോളറോളം തുക ഓരോ മാസവും വിവിധ ചാരിറ്റി എന്നുള്ള പേരിൽ പിന്നെ ഹമാസിന് വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ശരിക്കും അത് പാലസ്തീന്റെ ഡെവലപ്പിന് വേണ്ടിയും പുനരുദ്ധാരണത്തിനൊക്കെ വേണ്ടി പിന്നെ ഓരോ രാജ്യങ്ങളിൽ നിന്നും കൊടുക്കുന്ന പണമാണ് അങ്ങനെ വരുന്നു. ഇപ്പൊ നമ്മൾക്ക് മെയിൻ ആയിട്ടുള്ള അവരുടെ സോഴ്സ് നമുക്കറിയാം ഇറാൻ തന്നെയാണ്. പണം കൊടുക്കുന്നതും ആയുധം കൊടുക്കുന്നതും ആയുധ പരിശീലനം കൊടുക്കുന്നതും ഇറാനാണ്. പിന്നെ ഖത്തറാണ് മുൻപന്തിയിലുള്ള, പിന്നെ ടർക്കിയാണ്. അപ്പം ഇങ്ങനെ കുറെ രാജ്യങ്ങൾ വൻതോതിൽ അവരെ സാമ്പത്തിക സഹായം ചെയ്യുന്നു. ഏതാണ്ട് 30 മില്യണോളം ഖത്തർ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് മാസം തോറും കൊടുത്തുകൊണ്ടിരുന്നു. അതോടൊപ്പം അപ്രോക്സിമേറ്റ്ലി 10 മില്യൺ അമേരിക്കൻ ഡോളറോളം ഓരോ മാസവും ഇങ്ങനെ ചാരിറ്റി എന്ന് പറഞ്ഞിട്ട് വരുന്നത്. പക്ഷെ ഇതിലെ രസകരമായ ഒരു കാര്യം, ശരിക്കും ഒഫീഷ്യലായിട്ട് ഈ പാലസ്തീന് വന്നിട്ടുള്ള പണത്തിന്റെ കണക്കെടുത്താൽ പാലസ്തീന്, ഞാൻ ഹമാസിനെ അല്ല, പക്ഷെ ഈ പണം മുഴുവൻ ഹമാസിലേക്കാണ് പോയിരിക്കുന്നത് എന്നുള്ള ദൗർഭാഗ്യകരമാണ്. പക്ഷെ പാലസ്തീനെ ബിൽഡ് ചെയ്യാൻ, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാനും അവിടുത്തെ ഹ്യൂമാനിറ്റേറിയൻ നീഡ്സ് എന്നുള്ള കാരണത്താലും അവിടുത്തെ ടു പ്രിവെന്റ് ടെററിസം ആ ഒരു ഐഡിയയിലും പാലസ്തീനിലേക്ക് ഒഴുകിയത്തെ പണത്തിലെ 45% അമേരിക്ക കൊടുത്തതാണ്. ഇവിടെ എല്ലാവരും നമ്മുടെ ഒരു ധാരണ അമേരിക്ക പാലസ്തീനെതിരാണ്, അല്ലെ അമേരിക്ക ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെയാണ്. പക്ഷെ അത് യാഥാർത്ഥ്യമായിരിക്കുമ്പോഴും പാലസ്തീനെ ഏറ്റവും അധികം സാമ്പത്തികമായി സഹായിച്ചത് അമേരിക്കയാണ്. പാലസ്തീന് ഒഫീഷ്യലായി കിട്ടിയ പണത്തിന്റെ കണക്കെടുത്താൽ അതിലെ 45% അമേരിക്കയാണ്, 40% യൂറോപ്യൻ യൂണിയൻ ആണ്, ബാക്കി അറബ് ലീഗ്, അതായത് 22 രാജ്യങ്ങൾ ചേരുന്ന അറബ് ലീഗ് കൊടുത്തു എന്ന് പറയുന്നത് വെറും 15% മാത്രമാണ്. പക്ഷെ ഇത് ഒഫീഷ്യൽ കണക്കുകൾ. ഇതിലെ ഇപ്പം ഇറാൻ കൊടുക്കുന്ന സാമ്പത്തിക സഹായങ്ങളും ആയുധങ്ങളും ആയുധ പരിശീലനവും എല്ലാം മെയിനായിട്ട് ഇറാനാണ് ചെയ്യുന്നത് നമുക്കറിയാം. ആ കണക്ക് ഇതിൻ്റെ അകത്ത് വരുന്നതല്ല. അങ്ങനെ നോക്കിയാൽ ആ രാജ്യങ്ങൾ ഇപ്പൊ ഇറാനും ടർക്കി എല്ലാം അല്ലാതെ കൂടുതൽ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഒഫീഷ്യലായിട്ട് പാലസ്തീനിലേക്ക് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡായിട്ട് എത്തിയ പണത്തിന്റെ കണക്ക് നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്നത് അമേരിക്കയാണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പക്ഷെ അത് എയ്ഡ് ആണല്ലോ ജെയിംസ് ചേട്ടാ, അത് ഒരു തരത്തിലും അത് ഏതെങ്കിലും തീവ്രവാദ എയ്ഡായിട്ടാണ്. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ പാലസ്തീനിൽ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി അവിടെ ആശുപത്രികൾ പണിയാനും ഹോസ്പിറ്റൽ പിന്നെ സ്കൂളുകൾ പണിയാനും കൊടുത്ത പണം അവിടെ തുരങ്കങ്ങൾ നിർമ്മിക്കാൻ, ഏതാണ്ട് 350-ലധികം കിലോമീറ്റർ നീളത്തിൽ തുരങ്കങ്ങൾ നിർമ്മിക്കാനായിട്ടാണ് ഹമാസ് ആ പണം ഉപയോഗിച്ചത്. അല്ലെങ്കിൽ അവിടുത്തെ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി അവരുടെ ഇതിനു വേണ്ടി കൊടുത്ത പണം കൊണ്ട് അവർ മിസൈലുകളും തോക്കുകളും, ഭക്ഷണം മേടിക്കാനും മരുന്ന് മേടിക്കാനും കൊടുത്ത പണം കൊണ്ട് അവർ മിസൈലുകളും തോക്കുകളുമാണ് ഹമാസ് വാങ്ങിക്കൂട്ടിയത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇത് ഇപ്പൊ നമുക്കറിയാം, ഇവിടെ ഇപ്പൊ അമേരിക്കയിൽ ഇപ്പോഴത്തെ പ്രശ്നം ഈ USAID ട്രംപ് നിർത്തലാക്കിയതിന്റെ കാരണം എത്രയോ രാജ്യങ്ങൾക്കാണ് ഈ USAID ഇങ്ങനെ ഇവിടുന്ന് ഇത്രമാത്രം വലിയ തുക. ഇപ്പൊ ഇന്ത്യയിൽ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു 21 മില്യൺ അവിടുത്തെ ഇലക്ഷന് വോട്ടേഴ്സ് ടേൺ ഔട്ട് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഇന്ത്യക്ക് വരെ ഈ പിന്നെ ഇവിടുന്ന് അമേരിക്ക 21 മില്യൺ കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് കൊടുത്തു എന്ന് പറയുമ്പോൾ ഇതായിരുന്നു അമേരിക്ക എല്ലാ രാജ്യങ്ങളോടും എന്നും ചെയ്തിരുന്നത്. അപ്പം അതേപോലെ തന്നെയാണ് പാലസ്തീനെയും സഹായിച്ചിരുന്നത്. അതായത് സതുദ്ദേശമായിരുന്നു അതിന്റെ പിന്നിൽ. ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഡെവലപ്പ് ചെയ്യുക, അവിടെ ആശുപത്രികൾ പണിയുക, സ്കൂളുകൾ പണിയുക, അതോടൊപ്പം അവിടെ മരുന്നിനും കുട്ടികളുടെ ഭക്ഷണത്തിനും ഒക്കെ ആയിട്ട് കൊടുത്ത പണമാണ്. പക്ഷെ ഹമാസ് ഈ പണമെല്ലാം ഉപയോഗിച്ചത് ഈ തുരങ്കങ്ങൾ നിർമ്മിക്കാനും മിസൈലുകൾ വാങ്ങാനും തോക്കുകൾ വാങ്ങാനും ആയുധങ്ങൾ വാങ്ങാനും ഇതിനൊക്കെയാണ് എന്നതാണ് അവിടെ സംഭവിച്ചത്. ഇതിനകത്തൊരു, അതായത് ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ വരുന്ന എയ്ഡ് മണിയെ അവരുടെ ഇഷ്ടത്തിന് അവർ വിനിയോഗിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഇതിനപ്പോ ഒരു ആരെങ്കിലും ഇതൊന്ന് ഓഡിറ്റ് ചെയ്യാനും, അതായത് വരുന്ന ഫണ്ടിനൊരു കണക്കുമൊക്കെ കാണുമല്ലോ, ഏത് ഗ്രൗണ്ടിൽ ഇത് യൂസ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെയുള്ളൊന്നും ഇല്ല എന്നാണോ പറയുന്നത്? കണക്കുകൾ ഇല്ല എന്നുള്ള, അതാണ് യൂറോപ്യൻ യൂണിയന് 2008 മുതൽ 2012 വരെ കൊടുത്ത 3.1 ബില്യൺ എമൗണ്ട് നോട്ട് അക്കൗണ്ടഡ് എന്നാണ് അവരുടെ ഒരു ഫൈൻഡിങ്ങിൽ കണ്ടെത്തിയത്. ഏതാനും കുറെ മില്യൺസിന്റെ അല്ല, 3.1 ബില്യന്റെ കണക്കാണ്
2008 മുതൽ 2008 മുതൽ 2012 വരെ അവിടേക്ക് ഒഴുകിയെത്തിയാൽ യൂറോപ്യൻ യൂണിയൻ കൊടുത്ത പണത്തിന് അത് 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 കണക്കിൽപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളില്ല. ആരാണ് ഇതിന്റെ കണക്ക് വെക്കുന്നതും ആരാണ് ഈ കണക്കുകൾ വെളിപ്പെടുത്തുന്നതും? ഇപ്പോൾ ഈ ഹമാസിന്റെ ലീഡേഴ്സ് ആയിട്ടുള്ളവര്, പിന്നെ ഉയർന്ന സ്ഥാനങ്ങളിൽ ഉള്ളവർ സമ്പാദിച്ചു കൂട്ടിയ ബില്യൺസിന്റെ കണക്കുകൾ ഇപ്പം ഫോബ്സ് മാഗസിൻ, നമുക്കറിയാം ഇപ്പം ലോകത്തിലെ സമ്പന്നരുടെ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന ഫോബ്സ് മാഗസിനാണ്. അതിലൂടെയാണ് നമ്മൾ അറിയുന്ന എലോൺ മസ്കിന്റെ സമ്പത്ത് എത്രയാണ്, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ്, ബിൽ ഗേറ്റ്സിന്റെ ഒക്കെ ലോക സമ്പന്നരുടെ പട്ടിക പ്രസിദ്ധപ്പെടുന്ന ഏറ്റവും ഓതന്റിക് ആയിട്ടുള്ള പിന്നെ ഈ നമ്പറുകൾ നമുക്ക് കിട്ടുന്നത് ഫോബ്സ് മാഗസിനിൽ നിന്നാണ്. അവരുടെ പിന്നെ ഫൈൻഡിങ്സിൽ തന്നെ ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും സമ്പന്നമായ ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ് ഹമാസ്. അവരുടെ ഫൈൻഡിങ്സിൽ ഏതാണ്ട് 1700ഓളം മില്യണേഴ്സ് ഹമാസിന് ഉണ്ടെന്നുള്ളതാണ്. അവര് ഓരോ പിന്നെ അവരുടെ ലീഡേഴ്സ് ഇസ്മയിൽ ഹനിയ തുടങ്ങി യാഹിയ സിൻവർ, ഖലീദ് മഷാല്, അതേപോലെ ഇപ്പുറത്ത് പാലസ്തീൻ അതോറിറ്റിയുടെ ചെയർമാൻ ആയിരിക്കുന്ന മെഹ്മൂദ് അബ്ബാസിന്റെ ഒക്കെ സ്വത്ത് വിവരങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് ഒരു പ്രസന്റേഷൻ ചെയ്തിരുന്നു. ഈ ഇസ്മയിൽ ഹനിയയുടെ സമ്പത്ത് എന്ന് പറയുന്നത് 4 ബില്യൺ അമേരിക്കൻ ഡോളർ ആയിരുന്നു. 4 ബില്യൺ എന്ന് പറഞ്ഞാൽ 1 ബില്യൺ നമുക്കറിയാം 100 കോടിയാണ്. 4 ബില്യൺ ആണ്. അതേപോലെ അദ്ദേഹത്തിന്റെ മകൻ മാസ് ഹനിയ, ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് റിയൽ എസ്റ്റേറ്റ് ഇൻ പിന്നെ ഗാസയിൽ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യണമെങ്കിൽ ഈ ഇസ്മയിൽ ഹനിയയുടെ മകൻ മാസ് ഹനിയയുടെ അറിവോടെയും സമ്മതത്തോടെയും അയാളുടെ ഇതിലേ അത് നടക്കുമായിരുന്നുള്ളൂ. അതേപോലെ പുള്ളിയുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കൂടുതലും ഖത്തറിലും ടർക്കിയിലും ഒക്കെയാണ്. പിന്നെ യാഹിയ സിൻവർ 3 ബില്യൺ ആയിരുന്നു അയാളുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നമ്മൾ കണ്ടു, ഞാൻ അതിനെക്കുറിച്ച് അന്ന് ആ പ്രസന്റേഷനിലൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാര്യ അബു സമർ അന്ന് ഈ തുരങ്കത്തിലൂടെ ഈ October 7th അറ്റാക്കിന് തൊട്ട് മുമ്പായി അവർ അന്നേരപ്പം താമസിച്ചിരുന്ന ഹൈഡ് ഔട്ടിൽ നിന്ന് പുതിയൊരു ഹൈഡ് ഔട്ടിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ആ തുരങ്കത്തിലൂടെ അവർ വരുന്ന വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ട്. അവരുടെ കയ്യിലുണ്ടായിരുന്ന പിന്നെ ബിർക്കിൻ ബാഗിനെ കുറിച്ചൊക്കെ പിന്നെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഈ ഹെർമിസ് ടോഗോ ബിർക്കിൻ ബാഗിന്റെ വില എന്ന് പറയുന്നത് 32,000 അമേരിക്കൻ ഡോളറാണ്. ഓൾമോസ്റ്റ് ഒരു 25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില വരുന്നത്. ഈ തുരങ്കത്തിൽ പാത്തിരിക്കാൻ വേണ്ടി എന്തിനാണ് 25 ലക്ഷം രൂപയുടെ ബാഗ് എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ അത് അങ്ങനെ ഒരു ബാഗ് പോലും അവർ കൊണ്ടു നടക്കുന്ന ബാഗിന്റെ പോലും വില അതാണെങ്കിൽ അവരുടെയൊക്കെ അവര് ജീവിക്കുന്നത് എത്ര സമ്പന്നമായ ജീവിതാവസ്ഥകളിലാണെന്നുള്ളതാണ്. അതേപോലെ ഖാലിദ് മഷാലിന്റെ ഇപ്പം വെറുതെ ഖാലിദ് മഷാൽ എന്നുള്ള ആ പേര് നെറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ 100 കണക്കിന് ചിത്രങ്ങൾ അദ്ദേഹം പിന്നെ ഇവിടെ ഖത്തറിലെ 5 സ്റ്റാർ ഹോട്ടലിൽ പുള്ളി ടേബിൾ ടെന്നീസ് കളിക്കുന്ന, ഇവിടെ യുദ്ധം നടക്കുകയാണ്, അദ്ദേഹത്തിന്റെ അണികള് പുള്ളി ഖത്തറിലെ പിന്നെ 5 സ്റ്റാർ ഹോട്ടലില് പിന്നെ ടേബിൾ ടെന്നീസ് കളിക്കുന്നതും പിന്നെ പുള്ളി ഫിറ്റ്നസിന്റെ ഒക്കെ ആളാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പേ എക്സസൈസ് ചെയ്യുന്നതിന്റെയും അവിടെ ആ 5 സ്റ്റാർ ഹോട്ടലിൽ അദ്ദേഹം താമസിക്കുന്നതിന്റെയും പ്രൈവറ്റ് ജെറ്റില് ഫ്ലൈ ചെയ്യുന്നതിന്റെയും 100 കണക്കിന് പിക്ചേഴ്സ് ഉണ്ട്. അപ്പം ഇതാണ് ഇവരെല്ലാം ഈ വരുന്ന കോടിക്കണക്കിന് ഈ മില്യൺ കണക്കിന് രൂപകള് ഇവര് അടിച്ചു മാറ്റുകയായിരുന്നു. അത് എല്ലാ കാലത്തും ഇപ്പം ഇപ്പുറത്തെ പാലസ്തീൻ അതോറിറ്റിയുടെ ആണെങ്കിൽ വെസ്റ്റ് ബാങ്കിന്റെ അധികാരത്തിലുള്ള മെഹ്മൂദ് അബ്ബാസിന്റെ 2 മക്കള് തരീഖും യാസറും അവരൊരു വലിയ ബിസിനസ് ടൈക്കൂണാണ്. അവരുടെ ഈ ഫാൽക്കൺ കമ്പനികൾ, ഞാൻ അതിന്റെ ഡീറ്റെയിൽസും ഞാൻ അന്ന് ആ പ്രസന്റേഷനിൽ പറഞ്ഞിരുന്നു. ഫാൽക്കൺ ടൊബാക്കോ ആൻഡ് സിഗാർ കമ്പനി, ഫാൽക്കൺ ഇലക്ട്രിസിറ്റി ആൻഡ് മെക്കാനിക്കൽ കമ്പനി, ഫാൽക്കൺ ഇന്റർനാഷണൽ മീഡിയ കമ്പനി, ഫാൽക്കൺ ജനറൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി, അൽമഷ്റാഖ് ഇൻഷുറൻസ് കമ്പനി. നിങ്ങൾ ഈ ഫാൽക്കൺ കമ്പനികളുടെ ഇതെല്ലാം പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ വെറുതെ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും റീച്ച് ചെയ്യാവുന്ന, ആർക്കും കിട്ടുന്ന ഇൻഫർമേഷൻ ആണ്. ഈ ഫാൽക്കൺ കമ്പനികള് ആരാണ് അതിന്റെ ഓണർ, അതിന്റെ ഓരോന്നിന്റെ ആസ്തി എത്രയാണ്? ഇപ്പൊ ഈ അൽമഷ്റഖ് ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്ന വിവിധ രാജ്യങ്ങളിലായി 11 ബ്രാഞ്ചുള്ള അവരുടെ തന്നെ 35 മില്യൺ ആണ് ഒരൊറ്റ കമ്പനിയുടെ പിന്നെ ആസ്തി എന്ന് പറയുന്നത്. അതേപോലെ ഈ ഫാൽക്കൺ ജനറൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ആണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അതിന്റെ പ്രോഫിറ്റ് കാണിച്ചിരിക്കുന്നത് 60 മില്യൺ ആണ്. ഇത് മുഴുവൻ ഈ മെഹ്മൂദ് അബ്ബാസിന്റെ 2 മക്കൾ, അദ്ദേഹത്തിന്റെ 2 മക്കളായ താരിഖിന്റെയും യാസറിന്റെയും കമ്പനികളാണ്. എത്രയേറെ കമ്പനികൾ, ഇവിടെ കാനഡയിൽ പോലും അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ഇപ്പം അതിനു മുമ്പ് നമുക്കറിയാം പിന്നെ യാസർ അറാഫത്തിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യ സുഹയും അദ്ദേഹത്തിന്റെ മകളും
സഹ്വയും ഇപ്പോൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവരിപ്പോഴും പാരീസിലാണ്. അന്ന് ഈ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അന്ന് പാരീസിലെ ഈ ബ്രിസ്റ്റോൾ 5 സ്റ്റാർ ഹോട്ടലിലായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ വെറുതെ ഗൂഗിളില് ഇന്നൊരു റൂം ബുക്ക് ചെയ്യാൻ വേണ്ടി പാരീസിലെ ബ്രിസ്റ്റോൾ ഹോട്ടലിലെ ഒരു റൂം ഒന്ന് ബുക്ക് ചെയ്യാൻ ഇന്നത്തെ ഡേറ്റ് ഇട്ടൊന്ന് നോക്കൂ. 2100 യൂറോയാണ് ഒരു ദിവസത്തെ റൂം വാടക എന്ന് പറയുന്നത്. എത്രയോ വർഷങ്ങൾ അവരവിടെ ആ 5 സ്റ്റാർ ഹോട്ടലിലായിരുന്നു ആ കാലഘട്ടത്തിൽ താമസിച്ചിരുന്നതെന്നറിയോ. ഇന്ന് ഈ സഹ്വയുടെ അവരുടെ മകളുടെ സ്വത്ത് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 8 ബില്യൺ എന്നാണ്. ലണ്ടനിലെ ഏറ്റവും പ്രൈം ലൊക്കേഷനിലാണ് അവർക്ക് പ്രോപ്പർട്ടി ഉള്ളത്. പാരീസിലുണ്ട്. പാരീസിലാണ് അവർ രണ്ടുപേരും, സുഹയും അയാളുടെ മകള് സഹ്വയും ജീവിക്കുന്നത്. പാരീസിലും ഉണ്ട്. എത്രയോ ബില്യൺ ഡോളറിന്റെ പ്രോപ്പർട്ടി. അവര് ഈ യുദ്ധത്തിൽ ഇന്നിപ്പം ഈ ഇസ്രായേൽ ഹമാസ് വാറിന്റെ ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ പ്രകടനമെങ്കിലും അവർ നടത്തുന്നത് കേട്ടിട്ടുണ്ടോ? അവർക്ക് ഇതിലൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല. കാരണം അവരുടെ എതിരാളികൾ ഈ പറയുന്ന ഹമാസും PLOയുടെ നേതാക്കളും. കാരണം അവർ ഈ പണം മുഴുവൻ ഈ യാസർ അറാഫത്ത് ഈ വന്ന പാലസ്തീന് വേണ്ടി വന്ന ഈ പണം മുഴുവൻ സിഫോൺ ചെയ്തു എന്നുള്ളത് അടിച്ചു മാറ്റിക്കൊണ്ട് പോയി എന്നുള്ള ഇത് ഉന്നയിച്ചതും ഇത് തിരിച്ചു പിടിക്കണം, അയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയിൽ നിന്ന് തിരിച്ചു പിടിക്കണം എന്നും ആവശ്യപ്പെട്ടത് അന്നത്തെ PLOയുടെ നേതാക്കൾ തന്നെയായിരുന്നു. അവരിലൂടെയാണ് ഇവർ ഇത്രമാത്രം ഈ യാസർ അറാഫത്ത് ഇത്രമാത്രം സമ്പത്ത് അടിച്ചു മാറ്റുകയും പ്രൈവറ്റ് അക്കൗണ്ടുകളിലാണ് അയാൾ ഈ പണം മുഴുവൻ സ്വിസ് ബാങ്കിലും അങ്ങനെയുള്ള പ്രൈവറ്റ് അക്കൗണ്ടുകളിലാണ് ഇദ്ദേഹം ഈ പണം മുഴുവൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നും ഒക്കെയുള്ള ഇൻഫർമേഷൻ പിന്നീട് പുറത്തു വരുന്നതും. അല്ലാതെ ഇത് ഇസ്രയേലിന്റെ ഏതെങ്കിലും ഏജൻസികൾ ആരോപിക്കുന്ന കാര്യങ്ങളോ ഒന്നുമല്ല. ഇത് PLOയുടെ തന്നെ നേതാക്കൾ പുറത്തുവിട്ട കണക്കുകളിലൂടെയാണ് ലോകം അറിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, അതായത് ഇപ്പോൾ ലഭിക്കുന്ന ഈ പണം പല ഗ്രൗണ്ടുകളിൽ ഇവർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ പബ്ലിക് ഡൊമൈനിൽ ഇവർ നടത്തുന്ന ഒരു കരച്ചിൽ നാടകമുണ്ട്. ഗാസയുടെ മോചനം, ഫലസ്തീന്റെ മോചനം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇസ്രായേൽ ആധിപത്യത്തിനെതിരെയുള്ള ഇവരുടെ പ്രതിരോധം. ഇവർ സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്നാണ് സ്വയം വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയല്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതെ, തീർച്ചയായിട്ടും. ഏത് അർത്ഥത്തിലാണ് ഇവര് സ്വാതന്ത്ര്യ സമര പോരാളികളാകുന്നത്? ഇപ്പം നമുക്കറിയാം, ഇപ്പം 1947 മറ്റേ ഈ UN-ന്റെ പാർട്ടീഷൻ പ്ലാന് അന്നാണെങ്കിലും ഈ 56 രാജ്യങ്ങളിൽ 33 രാജ്യങ്ങൾ ഇസ്രയേലിനെ ഒരു സ്റ്റേറ്റ് ആയിട്ട് അംഗീകരിച്ചുകൊണ്ട് വോട്ട് ചെയ്യുകയും അങ്ങനെയാണ് ആ UN പാർട്ടീഷൻ പ്ലാൻ വരുന്നത്. ആകെ 13 രാജ്യങ്ങളെ അതിനെ എതിർത്തിരുന്നുള്ളൂ. ബാക്കി ലോകരാജ്യങ്ങൾ, ഈവൺ റഷ്യയും ബ്രിട്ടനും അമേരിക്കയും എല്ലാം അടങ്ങുന്ന രാജ്യങ്ങൾ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് വരും. അന്നത്തെ എന്തുകൊണ്ടാണ് UN പാർട്ടീഷൻ പ്ലാനിനെ ഇവര് പാലസ്തീൻ അംഗീകരിക്കാതിരുന്നത്? ഈ വെറും ഒരു 3500 സ്ക്വയർ കിലോമീറ്റർ ആണ്. ഇപ്പം അന്നത്തെ പാർട്ടീഷൻ പ്ലാൻ അനുസരിച്ച് നമുക്കറിയാം 15,000 സ്ക്വയർ കിലോമീറ്റർ ലാൻഡ് ഏരിയ ഇസ്രായേലിനും 11,500 സ്ക്വയർ കിലോമീറ്റർ ലാൻഡ് ഏരിയ പാലസ്തീനുമായിട്ടാണ്. അപ്പൊ ഒരു 3,500 സ്ക്വയർ കിലോമീറ്റർ ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു ജില്ലയുടെ പോലും വലിപ്പമുള്ള ഒരു ലാൻഡ് ഏരിയക്ക് വേണ്ടിയാണ് ഈ കഴിഞ്ഞ ഒരു 6-7 പതിറ്റാണ്ടുകളായിട്ട് 70 വർഷത്തിലധികം നീണ്ട ഇത്രയേറെ യുദ്ധങ്ങൾ നടന്നതെന്നും ഇത്രയേറെ മനുഷ്യര് കൊല്ലപ്പെട്ടതെന്നും ലോകത്തിൽ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഇതിന്റെ പിന്നിലുള്ള ഒരേ ഒരു കാരണം മതം തന്നെയാണ്. യഹൂദനോടുള്ള വെറുപ്പ്. അവരെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ നിർമാർജനം ചെയ്യണം എന്ന അവരുടെ മതവും അവരുടെ പ്രവാചകനും അവരോട് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. അത് സാധിച്ചാല് ഒരു യഹൂദനെ കൊന്നാൽ അതിന് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അതിനുള്ള സമ്മാനം ലഭിക്കും എന്ന ചെറുപ്പത്തിലെ തന്നെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്യപ്പെട്ട ആ മനസ്സുകള്, അതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം. ഇപ്പൊ അതിനുശേഷം എത്രയോ ട്രീറ്റുകൾ നടന്നു. ഇപ്പൊ നമുക്കറിയാം 67 യുദ്ധത്തില് ഈ പറയുന്ന ഗാസയും ഈ പറയുന്ന വെസ്റ്റ് ബാങ്കും ഗോലാൻ ഹൈറ്റ്സും എല്ലാം ഇസ്രയേൽ യുദ്ധം ചെയ്ത് പിടിച്ചെടുത്തിരുന്ന സ്ഥലങ്ങളല്ലേ? അവരുടെ അധീനതയിലുണ്ടായിരുന്ന സ്ഥലങ്ങളല്ലേ? യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടേതായല്ലോ. അതെല്ലാം തിരിച്ചു കൊടുത്തതാണ്. ഈ ഗാസയും വെസ്റ്റ് ബാങ്കും ഒക്കെ ആ യുദ്ധത്തിന് ശേഷം ഓസ്ലോ അക്കോർഡും അതിനോടനുബന്ധിച്ച്
തിരിച്ചു കൊടുത്ത സ്ഥലങ്ങളാണ്. അവിടെ ഇന്ന് വെസ്റ്റ് ബാങ്കിൽ അവര് അത്യാവശ്യം സമാധാനപരമായിട്ട് അവിടെ ജീവിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഈ ഗാസയിൽ മാത്രം ഈ പ്രശ്നം ഇപ്പോൾ ഉള്ളത്? അവിടെ ഇപ്പൊ ഹമാസ് മാത്രമല്ല, പഴയ PLOയുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ട്, ഹമാസ് ഉണ്ട്, അവിടെ പിന്നെ പോപ്പുലർ ഫ്രണ്ട് ഫോർ പാലസ്റ്റീൻ ലിബറേഷൻ ഉണ്ട്, ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഫോർ പാലസ്റ്റീൻ ലിബറേഷൻ ഉണ്ട്. ഇവരെല്ലാം തമ്മിൽ സംഘർഷത്തിലാണ്. അവിടെ ഹമാസ് 2006 ഈ പിന്നെ ഗാസയുടെ അധികാരം പിടിച്ചെടുത്തതിന് ശേഷം പിന്നീട് നോക്കൂ, പിന്നീട് അവിടെ ഒരു ഇലക്ഷൻ നടന്നിട്ടുണ്ടോ? ഇത് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഈ ഹമാസിനെ? ഹമാസ് അവിടുത്തെ ജനങ്ങളെ ഉപയോഗിക്കുക, അവിടുത്തെ സാധാരണക്കാരായ നിർധനരായ നിസ്സഹായരായ പാവപ്പെട്ട പാലസ്തീനി മനുഷ്യരെ ഹമാസിന്റെ നേതാക്കൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇസ്രയേല് അവരുടെ ജനതയെ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ ഈ പിന്നെ ഗാസയിൽ ഹമാസ് നേതാക്കൾ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി അവരുടെ സ്വന്തം ജനതയെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അവർ ഈ ഹ്യൂമൻ ഷീൽഡ് ആയിട്ട് അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും ഹ്യൂമൻ ഷീൽഡായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും ഈ മിസൈൽ ആക്രമണത്തിലൊക്കെ ഇത്രമാത്രം സിവിലിയൻസ് അവിടെ കൊല്ലപ്പെടാനായിട്ട് ഇടയാകുന്നത്. അതേ സമയത്ത് ഇസ്രയേലിന്റെ സൈന്യം, ഈ പിന്നെ ഹമാസിന്റെ ഒരു സൈന്യം പിന്നെ ഇസ്രയേലിന്റെ സൈന്യത്തോട് ചെയ്യുന്ന യുദ്ധമല്ലിത്. ഇപ്പൊ ഈ ഒരു October 7 തുടങ്ങിയതും ഇസ്രയേലിന്റെ സൈന്യത്തോട്, ഇസ്രയേൽ എന്ന രാജ്യത്തോട് ചെയ്യുന്ന യുദ്ധമല്ല. അവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരെ 1200 പേരെ കൊന്നുകൊണ്ടാണ് അതിർത്തി പ്രദേശത്തേക്ക് കയറി ചെന്ന് സാധാരണക്കാരായ മനുഷ്യരെ കൊന്നുകൊണ്ടാണ് ഇവർ ഈ യുദ്ധത്തിന് ഇത്ര തുടക്കമിട്ടത്. എന്ത് കാരണത്തിന്? അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ നമുക്കറിയാം, ഓരോ പ്രാവശ്യവും ഈ ക്യാമ്പ് ഡേവിഡ് സമ്മിറ്റ് കഴിഞ്ഞപ്പോഴും ഏകദേശം ആകെ കൂടി ജെറൂസലേമിന്റെ കാര്യത്തിൽ മാത്രമേ അവർ തമ്മിലൊരു കോംപ്രമൈസ് വരാനുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് പല കാര്യങ്ങളിലും അവർ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും അതിനോട് അനുകൂലിക്കുകയും ഒക്കെ ചെയ്ത് ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് അടുത്തപ്പോഴാണ് സെക്കൻഡ് ഇന്തിഫാദ തുടങ്ങുന്നത്. സെക്കൻഡ് ഇന്തിഫാദ തുടങ്ങാൻ എന്തായിരുന്നു ഇവരുടെ ലീഡർ ഏരിയൽ ഷാരോൺ മറ്റേ ടെമ്പിൾ മൗണ്ട് സന്ദർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കല്ലേറുമൊക്കെ തുടങ്ങി. അവിടെ നിന്നാണ് ഈ സെക്കൻഡ് ഇന്തിഫാദ തുടങ്ങുന്നത്. അതൊരു കാരണമായിരുന്നു. ഒരു വലിയ ട്രീറ്റി ഓൾമോസ്റ്റ് അതിന്റെ പ്രശ്ന പരിഹാരത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു വലിയ അപ്രൈസിംഗ് എന്ന് പറയുന്നത് എന്തെങ്കിലും റെലവെന്റ് ആയിട്ടുള്ള ഒരു കാരണത്തിൽ നിന്ന് തുടങ്ങിയതായിരുന്നു. ഓരോ തവണയും ഓസ്ലോ അക്കോർഡ് ആണെങ്കിലും അതിനുശേഷം ഈ ക്യാമ്പ് ഡേവിഡ് സമ്മിറ്റ് ആണെങ്കിലും ഇപ്പം മറ്റേ ഈ പിന്നെ അബ്രഹാം അക്കോർഡ് വന്നപ്പോഴും ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ അബ്രഹാം അക്കോർഡിന് അനുബന്ധിച്ച് ഈ രാജ്യങ്ങളെല്ലാം പിന്നെ ഈ ബഹ്റൈനും എമിറേറ്റ്സും ഈ UAEയും ഒക്കെ ഇസ്രയേലുമായിട്ട് സന്ധി ചെയ്യുന്നു. കൂടുതൽ അറബ് രാജ്യങ്ങൾ ഇസ്രയേലുമായിട്ട് സന്ധി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇതിനെ അട്ടിമറിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇനിയും അതുകൊണ്ടാണ് നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത. കാരണം ഈ ഹമാസിനെ തുടച്ചു നീക്കാത്തിടത്തോളം കാലം ഈ പ്രശ്നങ്ങൾ അവസാനിക്കാനായിട്ട് പോകുന്നില്ല. കാരണം ഇതൊരു 1000-2000 സ്ക്വയർ കിലോമീറ്റർ ലാൻഡിന് വേണ്ടിയുള്ള ഒരു യുദ്ധമല്ല, ഇതിന്റെ പിന്നിൽ മതമാണ്. തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ് ജെയിംസ് കുരിക്കാട്ടിൽ. ഒന്ന്, ഇവര് മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നത്, പറഞ്ഞതുപോലെ ഒരു ജില്ലയുടെ പോലും വലിപ്പമില്ലാത്തൊരു ഭൂപ്രദേശത്തിന് വേണ്ടി 7 പതിറ്റാണ്ടുകൾക്കപ്പുറമായ ഒരു കുറേയധികം തീവ്രവാദ സംഘടനകൾ മൽപ്പിടുത്തം നടത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് പിന്നിലുള്ളത് സൈക്കോളജിക്കൽ റീസൺസും ആ സൈക്കോളജിക്കൽ റീസൺസിനെ ഉരുത്തിരിഞ്ഞെടുത്ത മതപരമായിട്ടുള്ള കാരണങ്ങൾ തന്നെയാണ്. രണ്ടാമതായി ഇവർക്ക് ഏറ്റവും നല്ലൊരു ബിസിനസ് ആണത്. ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ഉണ്ടാക്കുക, അതിന് നേതാവുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ കാലഘട്ടത്തിലെ. കാര്യം പലയിടങ്ങളിൽ നിന്നായി പണം എത്തിക്കൊള്ളും. അല്ലെങ്കിൽ ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ വരുന്ന ഏട് മണിയെ ഇവർക്ക് കൺവേർട്ട് ചെയ്ത് അവരുടെ അധികാരം കൊണ്ട് ഉപയോഗിക്കാനും പറ്റും. എന്തായാലും താങ്ക് യു സോ മച്ച് ജെയിംസ് കുരിക്കാട്ടിൽ, വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ വിശദമാക്കി തന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ഹാവിംഗ് മീ. താങ്ക് യു.